ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ നമ്മുടെ ജോബ് പോർട്ടലിൻ്റെ ഫുൾ കാര്യങ്ങൾ റെഡിയാക്കിയിരിക്കുകയാണ്. അതായത് നമ്മൾ ജോബ് പോർട്ടൽ വെബ്സൈറ്റ് റെഡിയാക്കി, അതിലേക്ക് നമ്മൾ ജോബുകൾ ആഡ് ചെയ്തു, അതിലേക്ക് നമ്മൾ ബ്ലോഗുകൾ ആഡ് ചെയ്തു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അറ്റ് ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ആഡ്സെൻസ് നമ്മുടെ വെബ്സൈറ്റുമായിട്ട് ലിങ്കും കൂടെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വെബ്സൈറ്റ് നമ്മൾ റിവ്യൂവിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. കുറഞ്ഞത് ഒരു 2 ആഴ്ചയെങ്കിലും എടുക്കും ആ ഒരു റിവ്യൂ പ്രോസസ്സ് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ 2 ആഴ്ച ടൈമിൽ നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജോബ് പോസ്റ്റുകൾ ആഡ് ചെയ്യുക, ബ്ലോഗുകൾ ആഡ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഡെയിലി തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടന്റ് നമ്മുടെ വെബ്സൈറ്റ് ആക്റ്റീവ് അല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൂഗിളിൽ ചിലപ്പോൾ അത് റിവ്യൂ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അത് വെബ്സൈറ്റിലേക്ക് നമ്മുടെ ആഡ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് പുതിയ ജോബുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമ്മുടെ വ്യൂവേഴ്സ്, അതായത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമ്മുടെ ജോബ് സീക്കേഴ്സ് വരുമ്പോഴത്തേക്കും ജോബ്സ് അതിൽ ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അവർ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി ഇത് ചെയ്യുക. പിന്നെ പ്ലസ്, അതായത് നമ്മൾ ലാസ്റ്റ് വീഡിയോ ആണ്. ലാസ്റ്റ് വീഡിയോയിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നാണ്. അതായത് വെബ്സൈറ്റിലേക്ക് നമ്മൾ ആളുകൾ വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെബ്സൈറ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത വഴികളാണ് ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അതായത് ലൈക്ക് എൻ്റെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തർ ബേസ് ചെയ്തിട്ടാണ് ഞാൻ നേരത്തെ ചെയ്തിരുന്നത്. അപ്പോൾ ഖത്തറിലെ വെബ്സൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എങ്ങനെ അതിനെ മാർക്കറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ നോക്കിയത്. നമുക്ക് പല മെത്തേഡ്സിൽ നമുക്ക് വെബ്സൈറ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിപ്പോൾ കാശ് കൊടുത്തിട്ട് മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മാർക്കറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഒരു ഇഷ്ടമാണ്. നിങ്ങൾക്കിപ്പോൾ ഫണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് കാശ് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് ചെയ്യാം. അതല്ല, വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് ആയിട്ടുള്ള ട്രാഫിക്കാണ്. അതായത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് ഓർഗാനിക്കായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതല്ലാതുള്ളൊരു മെത്തേഡ്. ഓർഗാനിക് ട്രാഫിക് ജനറേറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ഓർഗാനിക് ട്രാഫിക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പല വഴികളുണ്ട്. അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒരു ഓർഗാനിക് ട്രാഫിക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ്. അതുപോലെ നമുക്ക് ടെലഗ്രാം എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ടെലഗ്രാമിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഗാനിക് ആയിട്ട് ട്രാഫിക് കൊണ്ടുവരാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഇപ്പം ഞാൻ ചൂസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു പേജ് ക്രിയേറ്റ് ചെയ്തു. ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതായത് ജോബിൻ്റെതായിട്ടൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പേജിൽ നിന്നും ഇപ്പം ഞാൻ ഖത്തറിലുള്ള കുറേ ആൾക്കാരെയൊക്കെ അങ്ങോട്ട് ഫോളോ ചെയ്തു. അങ്ങനെ ആ ഒരു പ്രൊഫൈല് അല്ലെങ്കിൽ ആ ഒരു പേജിനെ കുറച്ച് റീച്ചാക്കി. എന്നിട്ട് അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ച് ഫോളോ ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പം പ്രത്യേകിച്ച് ജോബ് എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ ആകുമ്പോഴത്തേക്കും ഒരുപാട് പേര് ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവർ തിരിച്ച് നമ്മൾ ഉറപ്പായിട്ടും ഫോളോ ചെയ്യും. അങ്ങനെ തന്നെ നമ്മളൊരു നല്ലൊരു നമ്പർ, അതിപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു മാസം കൊണ്ട് തന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു 4000 അടുത്ത് ഫോളോവേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൽ നിന്നും അതുപോലെ രണ്ട് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുകൾ ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് നല്ലൊരു ട്രാഫിക് എൻ്റെ വെബ്സൈറ്റിലേക്ക് വരുമായിരുന്നു. എപ്പോൾ ഞാൻ വെബ്സൈറ്റിൽ ജോബ്സ് ആഡ് ചെയ്താലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഒരു സ്റ്റോറി ഇടും, ജോബ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇടും. അപ്പോൾ ആ പോസ്റ്റിൽ ഞാൻ എൻ്റെ ലിങ്ക് കൂടെ കൊടുക്കും. ആ ലിങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ വെബ്സൈറ്റിലേക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ വ്യൂവേഴ്സ്, അതായത് ജോബ് സീക്കേഴ്സ് കയറുമായിരുന്നു. അങ്ങനെ കയറി വരുന്ന ജോബ് സീക്കേഴ്സിൻ്റെ ആ വ്യൂവും അതുപോലെ തന്നെ ക്ലിക്കും ഒക്കെ കൊണ്ടാണ് എനിക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് ഏണിങ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഒരു മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ വെബ്സൈറ്റിനെ മാർക്കറ്റ് ചെയ്യാം. പ്ലസ് വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടെലഗ്രാമിൽ ഒരുപാട് ടെലഗ്രാം ചാനൽസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ജോബുകൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ജോബുകൾ പോസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അതിൽ നമ്മൾ ജോബ് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് വരുന്നതാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഫേസ്ബുക്ക് ത്രൂ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്ന ലിങ്ക്ഡിൻ ഉണ്ട്. ലിങ്ക്ഡിൻ ത്രൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ലിങ്ക്ഡിനിൽ ഒരു കമ്പനി പ്രൊഫൈൽ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ജോബുകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡ്സൊക്കെയാണ് യൂഷ്വലി എല്ലാവരും ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊക്കെ ഓർഗാനിക്കായിട്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങളാണ്. അത് കാശൊന്നും മുടക്കേണ്ട ആവശ്യമില്ല. അതല്ലാതെ ഇപ്പോൾ കാശ് മുടക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ആഡ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ മെറ്റ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള പല പരിപാടികൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പെയ്ഡ് ആഡ്സ് ത്രൂ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടേതാണ്. ഞാൻ ചെയ്തത് ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഞാനും സജസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. കാര്യം കൂടുതൽ ആൾക്കാർ ആക്റ്റീവ് ആയിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാം ആയിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ത്രൂ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ത്രൂ തന്നെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വെബ്സൈറ്റ് മാർക്കറ്റ് ചെയ്തത്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട് എന്നുള്ളത് ജസ്റ്റ് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഫൈനൽ വീഡിയോ കൊണ്ട് നമ്മുടെ ഈ സീരീസ് തീരുകയാണ്. അതായത് നമ്മുടെ വെബ്സൈറ്റ്, അതായത് ജോബ് പോർട്ടലിൽ നിന്ന് എങ്ങനെ ഏണിങ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് ഫ്യൂച്ചറിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഫുൾ വീഡിയോ കാണുക. എല്ലാം നിങ്ങൾ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എന്തായാലും പുതിയൊരു സീരീസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവുക. താങ്ക് യു.